നമസ്തേ, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ന്യൂസ് ഹെഡ്ലൈൻസ് brought to you by Happy Jacks. Happy keeps everybody happy. CPM-ൽ കത്ത് വിവാദം പുകയുന്നു. സംസ്ഥാന സെക്രട്ടറിയുടെ മകനെതിരെ കൂടുതൽ ആരോപണങ്ങൾ. കോടിയേരിയുടെ ആർജവം ഗോവിന്ദൻ കാണിക്കണമെന്ന് വി മുരളീധരൻ. അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് MV ഗോവിന്ദൻ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആക്ഷേപമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സമവായത്തിനൊരുങ്ങി NDA. CP രാധാകൃഷ്ണന് പിന്തുണ തേടി MK സ്റ്റാലിനുമായി ടെലിഫോണിൽ സംസാരിച്ച് രാജ്നാഥ് സിംഗ്. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഇന്ന് ഇന്ത്യ മുന്നണി യോഗം. രാഹുലിന്റെ വാദങ്ങൾ പൊളിഞ്ഞതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പാർലമെന്റിൽ പ്രതിപക്ഷം. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണമെന്നാവശ്യം. ബാനറുകൾ ഉയർത്തി സ്പീക്കറുടെ ചേംബറിൽ പ്രതിഷേധം. പൊതുമുതൽ നശിപ്പിച്ചാൽ നടപടിയെന്ന് സ്പീക്കർ. കോതമംഗലം ലവ് ജിഹാദ് കേസിൽ പ്രതിയുടെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. പിടിയിലായത് സേലത്ത് നിന്ന്. കൊട്ടാരക്കര മതപരിവർത്തനത്തിൽ അറസ്റ്റ് വൈകുന്നതിൽ വൻ പ്രതിഷേധം. SP ഓഫീസിലേക്ക് ഹൈന്ദവ സംഘടനകളുടെ മാർച്ച്. ഭാരത മണ്ണിൽ ഭീകരവാദം, ഭാരത മണ്ണിൽ ഭീകരവാദം. ബലാത്സംഗ കേസിൽ ഹിരൺദാസ് മുരളി എന്ന വേടനെതിരെ കൂടുതൽ യുവതികൾ രംഗത്ത്. മുഖ്യമന്ത്രിക്ക് പരാതിയുമായി 2 യുവതികൾ. 4 വർഷം മുൻപ് പീഡിപ്പിച്ചെന്ന് വെളിപ്പെടുത്തൽ. ആരോഗ്യരംഗത്തെ പോരായ്മകൾ വീണ്ടും ചൂണ്ടിക്കാട്ടി സർക്കാർ. ഡോക്ടർ കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്ന് നെഫ്രോളജി വിഭാഗ മേധാവി. 2017 ശേഷം മരണാനന്തരാവയവദാനം വിരലിലെണ്ണാവുന്നതു മാത്രം. ഡോക്ടർ മോഹൻദാസിന്റെ പ്രതികരണം സമൂഹമാധ്യമങ്ങളിലൂടെ. ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും N പ്രശാന്ത് IAS. പാസ്പോർട്ട് പുതുക്കാൻ NOC നൽകിയില്ലെന്ന ആരോപണം. ജയതിലകിന്റേത് ക്രിമിനൽ മനസ്സോടുകൂടിയ ഉപദ്രവം. അപേക്ഷകളിൽ തീർപ്പാക്കാത്തത് ചട്ടലംഘനമെന്നും വിമർശനം. തൃശൂരിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം. നിങ്ങൾ ഒരൊറ്റ ബൂത്തിന്റെ കാര്യമല്ലേ പറഞ്ഞു. ഞങ്ങൾ ചോദിക്കുന്നു തിരിച്ച്. 7 നിയോജക മണ്ഡലങ്ങളുണ്ട് തൃശ്ശൂർ ലോകസഭയിൽ. അതിൽ 6 സ്ഥലത്തും 10,000-ലധികം വോട്ടിൽ ലീഡ് ചെയ്ത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. നിങ്ങൾക്ക് ആരോപണം ഈ അരിശ്രീ സ്കൂളിൽ മാത്രമല്ലേ. ഇനി അത്ര തൃശ്ശൂർ നിയമസഭാ മണ്ഡലം മാറ്റി വെച്ചോളൂ. പുതുക്കാട് KK രാമചന്ദ്രൻ MLA ആയിട്ടുള്ള മണ്ഡലമല്ലേ. ഏതെങ്കിലും ഒരു ബൂത്തിൽ ഒരു സിംഗിൾ പരാതി ഉണ്ടോ? ഒരു പരാതി. അവിടെ 10,000 വോട്ടിന് BJP ലീഡ് ചെയ്തില്ലേ. രാജന്റെ മണ്ഡലമല്ലേ ഒല്ലൂര്, മന്ത്രി രാജന്റെ മണ്ഡലത്തിൽ ഏതെങ്കിലും ഒരു ബൂത്തിൽ കൃത്രിമമുണ്ട് എന്നവർക്ക് ആരോപണം ഉണ്ടോ? പരാതിയുണ്ടോ? ഇതുവരെ ഉന്നയിച്ചിട്ടുണ്ടോ? അവിടെ BJP 10,000-ലധികം വോട്ടിന് ലീഡല്ലേ. നാട്ടിക മണ്ഡലം നിങ്ങളുടെ CC മൂന്നനല്ലേ അവിടുത്തെ MLA. ഈ പറയുന്ന രാജനും ബാലചന്ദ്രനും സുനിൽകുമാറും പിന്നെ KP രാജേന്ദ്രനും ഇനി ജോസ് വള്ളൂരും സുനിൽ അന്തിക്കാടും സമുന്നതരായിട്ടുള്ള മുഴുവൻ നേതാക്കന്മാരുള്ള മണ്ഡലമാണ് നാട്ടിക നിയോജക മണ്ഡലം. എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ? എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ? അവിടെ BJP 14,000 വോട്ടിനല്ലേ BJP അവിടെ ലീഡ്. ഇനി മണലൂർ മണ്ഡലം നിങ്ങളുടെ MLA അല്ലേ മുരളി പെരുന്നെല്ലി. ആ മണലൂർ മണ്ഡലത്തിൽ ഏതെങ്കിലും ബൂത്തിൽ പരാതിയുണ്ടോ? ഏതെങ്കിലും പഞ്ചായത്തിൽ എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ? അവിടെ BJP 10,000 വോട്ടിന് ലീഡല്ലേ. ഇനി ഇരിങ്ങാലക്കുട മണ്ഡലം ബിന്ദു ടീച്ചറുടെ മണ്ഡലമല്ലേ. ആ മണ്ഡലത്തിൽ BJP 13,000 വോട്ടിന് ലീഡാണ്. അവിടെ എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ? ഏതെങ്കിലും ഒരു ബൂത്തിൽ പരാതിയുണ്ടോ? ഇനി ഗുരുവായൂർ നിയോജക മണ്ഡലം
അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർത്ത മണ്ഡലമാണ് ഗുരുവായൂർ നിയോജക മണ്ഡലം. കള്ളവോട്ട് ചേർത്താണ് ഇപ്പോൾ വോട്ട് ഇങ്ങനെ വ്യാപകമായിട്ട് ചേർത്ത് കൂടുതൽ വോട്ട് ചേർത്തു. അതിൻ്റെ പേരിലാണ് BJP ജയിച്ചതെങ്കിൽ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ BJP ലീഡ് ചെയ്യേണ്ടത്. ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ട ഗുരുവായൂർ നിയോജക മണ്ഡലത്തിൽ ഭാരതീയ ജനതാ പാർട്ടി 3-ാം സ്ഥാനത്താണ്. അങ്ങനെയാണെങ്കിൽ കള്ളവോട്ട് ചേർത്തിട്ടല്ലേ മുരളീധരൻ അവിടെ ലീഡ് ചെയ്തത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ വോട്ട് ചേർക്കപ്പെട്ടത്. അവിടെ സുനിൽകുമാർ 2-ാം സ്ഥാനമാണ്. അപ്പൊ ആ 2 കൂട്ടാണ് കള്ളവോട്ട് ചേർത്തിട്ടുണ്ടാവുക. കാരണം കള്ളവോട്ടാണ് മാനദണ്ഡമെങ്കിൽ. ഇനി നിങ്ങൾ നോക്കൂ, 1275 ബൂത്തുണ്ട്. അതിൽ 686 ബൂത്തിലും ഭാരതീയ ജനതാ പാർട്ടി ലീഡാണ്. നിങ്ങൾ ഒരു ബൂത്ത് മാറ്റി വെച്ചോ. 685 BJP നിങ്ങൾക്ക് ആരോപണമുള്ള ബൂത്ത്, ആ മുഴുവൻ വോട്ടും സുനിൽകുമാറെ കൊണ്ടുപോകട്ടെ. എന്നാൽ കരച്ചിൽ നിൽക്കുമെങ്കിൽ ആ ബൂത്തിൽ മുഴുവൻ വോട്ടും സുനിൽകുമാർ എടുത്തോളും. 685 ബൂത്തിൽ BJP ലീഡ് ഉണ്ടല്ലോ. അത് കൂടാതെ അവിടെ എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ? ഏതെങ്കിലും സ്ഥലത്ത് ഏതെങ്കിലും ബൂത്തിൽ ഒരു പരാതിയുണ്ടോ? ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു പരാതിയുണ്ടോ? 42 പഞ്ചായത്തുണ്ട്. 42 പഞ്ചായത്ത്. അതിൽ 32 പഞ്ചായത്തും ഭാരതീയ ജനതാ പാർട്ടി ലീഡാണ്. 32 പഞ്ചായത്തും ഭാരതീയ ജനതാ പാർട്ടി ലീഡാണ്. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? 32 പഞ്ചായത്തിൽ BJP ലീഡ് ചെയ്തില്ല. 3 മുനിസിപ്പാലിറ്റി, അതിൽ ഗുരുവായൂരും ഇരിങ്ങാലക്കുടയിലും ഭാരതീയ ജനതാ പാർട്ടി ലീഡാണ്. ചാവക്കാട് മാത്രം ഞങ്ങൾ 2-ാം സ്ഥാനത്താണ്. ഈ 2 മുനിസിപ്പാലിറ്റിയിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? ഏതെങ്കിലും ഒരു ബൂത്തിൽ സിംഗിൾ പരാതി ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അപ്പോ ഇവിടെയെല്ലാം അതാ ഞാൻ പറഞ്ഞത്, സമഗ്രവും ആധികാരികവും സമ്പൂർണവുമായിട്ടുള്ള വിജയമാണ് ഭാരതീയ ജനതാ പാർട്ടി നേടിയിട്ടുള്ളത്. ആ വിജയത്തെയാണ് ഇകഴ്ത്തി കാണിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്, അപമാനിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഇനി ഞാൻ വേറെ കുറച്ച് ഡാറ്റ കൂടി ഞാൻ നിങ്ങളോട് പറയാം. വിജയരാഘവൻ, അദ്ദേഹത്തിന്റെ ബൂത്ത് 52. അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ബിന്ദു ടീച്ചർ, അവരുടെ ബൂത്തും 52. ആ 2 ബൂത്തിലും ഇവർ 2 പേരുള്ള ബൂത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയാണ് ലീഡ്. അവിടെ വിജയരാഘവന് പരാതിയുണ്ടോ? ബിന്ദു ടീച്ചർക്ക് പരാതിയുണ്ടോ? 52-ാമത്തെ ബൂത്തിൽ BJP ലീഡ് ചെയ്ത് കൃത്രിമം കാണിച്ചിട്ടാണെന്ന് പരാതിയുണ്ടോ? ഇനി പ്രൊഫസർ രവീന്ദ്രനാഥ്, അദ്ദേഹത്തിന്റെ ബൂത്ത് 53. അദ്ദേഹത്തിന്റെ ബൂത്തിൽ BJP ആണ് ലീഡ്. ഇനി വെറും ലീഡ് എന്ന് പറഞ്ഞാൽ പോരാ, ഞാൻ ഈ കണക്ക് ഇവിടെ വായിച്ചാൽ അവർ നാണം കെടും. മനസ്സിലായി? രവീന്ദ്രനാഥൊക്കെ നാണം കെടും. അവിടെ BJPയുടെ വോട്ട് 700, CPM കിട്ടിയിട്ടുള്ള വോട്ട് 125. മനസ്സിലായോ? രവീന്ദ്രനാഥിന്റെ ബൂത്തിലെ വോട്ടാണ് 575 വോട്ടാണ് ഭൂരിപക്ഷം. അവിടെ രവീന്ദ്രനാഥിന് പരാതിയുണ്ടോ? CPM-കാർക്ക് പരാതിയുണ്ടോ? ആകെ 125 ഉലുവയാണ് കിട്ടിയത്. BJP കിട്ടിയത് 700 വോട്ടാണ്. പരാതിയുണ്ടോ? BJP 575 വോട്ടിന്റെ ലീഡ് നേടിയത് കള്ളവോട്ട് ചെയ്തിട്ടാണെന്ന് പരാതിയുണ്ടോ രവീന്ദ്രനാഥിന്? ഇനി MK കണ്ണൻ, സമുന്നതനായിട്ടുള്ള നേതാവാണല്ലോ, അഗ്രഗണ്യനാണല്ലോ. ആ MK കണ്ണന്റെ ബൂത്തില് അവർക്ക് കിട്ടിയതിനൊക്കെ ഇരട്ടി വോട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ബൂത്ത് നമ്പർ 34. MK കണ്ണന് പരാതിയുണ്ടോ? തൃശൂരിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് KK അനീഷ് കുമാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. വോട്ടർ പട്ടിക ക്രമക്കേടുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾക്കെതിരെയാണ് അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരുന്നത്. വീണ്ടും വാർത്തകളിലേക്ക്. CPM-ലെ കത്ത് വിവാദത്തിൽ മുഖ്യമന്ത്രി മറുപടി പറയണമെന്ന് മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ. CPM നേതാക്കളുടെ അധോലോക ബന്ധമാണ് പുറത്തുവന്നത്. വിദേശ നാണ്യച്ചട്ടമടക്കം ലംഘിച്ചു. കഴിഞ്ഞ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർക്ക് തട്ടിപ്പിൽ ബന്ധം. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് വിശദീകരിക്കണമെന്നും V മുരളീധരൻ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് CPM നേതാക്കൾ കള്ളക്കണക്ക് നൽകി. സ്വതന്ത്ര ഏജൻസിയെ അന്വേഷണം ഏൽപ്പിക്കണമെന്നും V മുരളീധരൻ ഡൽഹിയിൽ പറഞ്ഞു. കേരളത്തിലെ കഴിഞ്ഞ മന്ത്രിസഭ, ആ മന്ത്രിസഭയിലുള്ള നിരവധി മന്ത്രിമാർക്ക് ഈ പറഞ്ഞ അഴിമതിക്കാരെന്നോ വിവാദ വ്യക്തിയെന്നോ അല്ലെങ്കിൽ ലോബിയിങ് ഏജന്റ് എന്ന് കത്തിൽ തന്നെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആൾ, ആ ആൾക്ക് ഇവരൊക്കെയായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്ക് എന്താണ് ഈ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ വിശദീകരിക്കാനുള്ളത് എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ മന്ത്രിസഭയിൽ ഉൾപ്പെട്ട 2 അംഗങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ കാലങ്ങളിലുള്ള കഴിഞ്ഞ തവണത്തെ മന്ത്രിസഭയിലെയും ഈ തവണത്തെയും ഒക്കെ മന്ത്രിമാർ നടത്തിയിട്ടുള്ള പല ഇടപാടുകൾ, ആ ഇടപാടുകളെ സംബന്ധിച്ചും ഈ കത്തിൽ പരാമർശം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സംബന്ധിച്ച് എന്താണ് സംസ്ഥാന സർക്കാർ
കേരളത്തിലെ ജനങ്ങളെ ഭരിക്കാൻ വേണ്ടി കേരളത്തിലെ സർക്കാരിൻ്റെ അധികാരം കൈയാളാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തിരഞ്ഞെടുത്ത 2 പ്രതിനിധികൾ അവർക്ക് ദുരൂഹമായിട്ടുള്ള ബന്ധങ്ങൾ ചില അധോലോക പ്രവർത്തനങ്ങൾ നടത്തുന്നവരുമായിട്ട് ഉള്ളതായിട്ട് വരുമ്പോൾ അത് വസ്തുതകൾ എന്താണ് എന്ന് വെളിപ്പെടുത്തേണ്ടത് ഒരു ജനാധിപത്യ മര്യാദയാണ്. കൂടുതൽ വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദൻ, എന്തെല്ലാം കാര്യങ്ങളാണ് മുൻ കേന്ദ്രമന്ത്രിയായ വി മുരളീധരൻ കത്ത് വിവാദത്തിലും അതോടൊപ്പം തന്നെ CPM തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കള്ള വോട്ടിന്റെ കാര്യത്തിലും വ്യക്തമാക്കുന്നത്? മുഖ്യമന്ത്രി സംഭവത്തിൽ മുഖ്യമന്ത്രി ജനങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കണമെന്നുള്ളതാണ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ വ്യക്തമാക്കിയിരിക്കുന്നത്. വിദേശ നാണ്യ ചട്ടം അടക്കം ഇവിടെ ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്വതന്ത്ര ഏജൻസി, കേരളത്തിലെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം നടത്തിയാൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വസ്തുതകൾ പുറത്തുവരില്ല. ഒരു സ്വതന്ത്ര ഏജൻസി തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തണമെന്നുള്ളതാണ് പ്രധാനമായും വി മുരളീധരൻ ആവശ്യപ്പെടുന്നത്. മാത്രമല്ല, മുഖ്യമന്ത്രി ഇത് സംബന്ധിച്ചിട്ടുള്ള മൗനം വെടിഞ്ഞുകൊണ്ട് മറുപടി പറയണം. എം വി ഗോവിന്ദൻ ഇന്ന് രാവിലെ ഗോവിന്ദൻ്റെ പ്രതികരണം വന്നത് അസംബന്ധം എന്നുള്ളത് മാത്രമാണ്. എന്നാൽ അങ്ങനെ ഒറ്റ വാക്കിൽ പറഞ്ഞൊഴിയാതെ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിശദീകരണം കേരളത്തിലെ ജനങ്ങൾക്ക് നൽകാൻ MV ഗോവിന്ദൻ അടക്കം CPM നേതാക്കൾ തയ്യാറാകണമെന്നുള്ള ആവശ്യമാണ് വി മുരളീധരൻ മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല, കോടിയേരി ബാലകൃഷ്ണൻ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടിരുന്നപ്പോൾ അന്ന് കോടിയേരിയുടെ മകനെതിരെ ആരോപണം ഉയർന്നിരുന്നു. ആ ആരോപണങ്ങൾക്ക് കോടിയേരി വാർത്താ സമ്മേളനം വിളിച്ചുകൊണ്ട് തന്നെ കൃത്യമായ മറുപടി നൽകി. സമാനമായ രീതിയിൽ കോടിയേരി കാട്ടിയ ആർജവമെങ്കിലും കാട്ടുവാൻ MV ഗോവിന്ദൻ തയ്യാറാകണമെന്നുള്ളതാണ് പ്രധാനമായും സൂചിക്കപ്പെട്ടത്. മാത്രമല്ല, ഇത്തരം സാഹചര്യങ്ങൾ പലപ്പോഴും പാർട്ടി പ്രതിസന്ധിയിലാകുമ്പോൾ പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്താറുണ്ട്. അല്ലെങ്കിൽ പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്തിയാണ് അതിൽ നിന്നുമൊക്കെ CPM ഒഴിഞ്ഞു മാറുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടി തലത്തിലുള്ള അന്വേഷണം നടത്തിയതായി പോലും അറിയില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ അന്വേഷണം നടക്കണമെന്നുള്ളതാണ് വി മുരളീധരൻ വ്യക്തമാക്കിയത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ മന്ത്രിസഭയിലെ 2 അംഗങ്ങൾ, മുൻ മന്ത്രിസഭയിലുണ്ടായിരുന്ന അംഗങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ധാരണയുണ്ട്. അവർക്കും ഈ അഴിമതിയിൽ പങ്കുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും സൂചിക്കപ്പെടുന്നത്. മാത്രമല്ല, വിദേശകാര്യ വിനിമയ ചട്ടമടക്കം ലംഘിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ കണക്കിൽ കൃത്യമായ പെശകുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും സൂചിക്കപ്പെടുന്നത്. ഇത്തരം തെരഞ്ഞെടുപ്പുകൾ വരുമ്പോൾ CPMന് പല രീതിയിലുള്ള ഫണ്ടുകൾ ഉണ്ടാകാറുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് CPMൻ്റെ നേതാക്കൾ അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കള്ളക്കണക്കുകളാണ് നൽകുന്നത് എന്നുള്ളതാണ് പ്രധാനമായും സൂചിപ്പിക്കപ്പെടുന്നത്. ജനപ്രതിനിധികൾക്ക് അധോലോക ബന്ധം ആരോപിക്കപ്പെടുമ്പോൾ വസ്തുതകൾ ബോധ്യപ്പെടുത്തുവാനുള്ള ബാധ്യത CPMനുണ്ട് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെട്ടത്. ഇങ്ങനെ ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ വി മുരളീധരൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുന്നു. അതായത് കേരളത്തിലെ ജനങ്ങൾ വസ്തുത അറിയാൻ ആഗ്രഹിക്കുന്നു. മൗനം വെടിഞ്ഞുകൊണ്ട് ഇതിന് കൃത്യമായ മറുപടി നൽകണമെന്നുള്ള ആവശ്യമാണ് വി മുരളീധരൻ ഇപ്പോൾ ഡൽഹിയിൽ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്. CPM നേതാക്കളുടെ സാമ്പത്തിക ഇടപാട് പരാമർശിച്ച് വ്യവസായിയെ പോളിറ്റ് ബ്യൂറോയ്ക്ക് നൽകിയ പരാതി കത്ത് ചോർന്ന സംഭവം അസംബന്ധമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. വാർത്ത അസംബന്ധമെന്നും അസംബന്ധങ്ങളോട് പ്രതികരിക്കാനില്ലെന്നും ഗോവിന്ദൻ ഡൽഹിയിൽ പറഞ്ഞു. അതേസമയം വിവാദം കൊഴുക്കുന്നതിനിടെ CPM പോളിറ്റ് ബ്യൂറോ ഡൽഹിയിൽ കത്ത് ചോർത്തിയത് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ മകൻ ശ്യാംജിത്ത് ആണെന്ന ആക്ഷേപങ്ങൾക്ക് ഗോവിന്ദൻ യോഗത്തിൽ മറുപടി നൽകിയേക്കും. വിഷയം കൂടുതൽ ചർച്ച ചെയ്ത് മാധ്യമങ്ങൾക്ക് വാർത്ത നൽകാൻ അവസരം ഒരുക്കേണ്ട എന്ന നിലപാടാണ് CPMന്. ബാധിക്കുന്ന വിഷയമായതുകൊണ്ട് സ്വാഭാവികമാണ്. മകനെതിരെയുള്ള ആരോപണമല്ലേ? പക്ഷെ ഒന്നും പറയാനില്ലേ? ഇന്നലെ പ്രതികരിച്ചു, അസംബന്ധങ്ങളോടൊന്നും പ്രതികരിക്കുന്നില്ല. അതാ പറഞ്ഞത്, അതാ മലയാളത്തിലാണ് പറഞ്ഞത്. അസംബന്ധങ്ങളോട് പ്രതികരിക്കുന്നില്ല. CPM കത്ത് വിവാദത്തിൽ ന്യായീകരണവുമായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള ആക്ഷേപങ്ങളാണ് ഉയരുന്നത്. മുഖ്യമന്ത്രിക്കെതിരായ ലാവ്ലിൻ കേസ് ഇതുവരെ തെളിയിച്ചിട്ടില്ല. അടിസ്ഥാനരഹിതമായ ആക്ഷേപമാണെന്നും ആധികാരികമായി പാർട്ടി സെക്രട്ടറി മറുപടി പറയുമെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. സംസ്ഥാന കമ്മിറ്റിയിൽ അത്തരമൊരു കത്ത് വന്നിട്ടില്ല. അവതാരങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ സ്വാധീനമില്ലെന്നും ശിവൻകുട്ടി പ്രതികരിച്ചു. ഈ ഒരു കത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രചരണം നടത്തിയിരിക്കുന്നത് ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കാണുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കാണുന്നുള്ളൂ.
അല്ല അതിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ആ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ ഇതിൻ്റെ ഭാഗത്തു നിന്നും സംസ്ഥാന കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും വിശദീകരിക്കും. അത് എന്താണെന്ന് സംബന്ധിച്ച് എനിക്കറിയില്ല ആ കത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നുള്ളവരെ സംബന്ധിച്ചിടത്തോളം. അത് എങ്ങനെ പിന്നെ പുറത്ത് പോയെന്ന് സംബന്ധിച്ചിടത്തോളം വിശദീകരിക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ പിന്തുണ തേടി BJP. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിച്ചു. CP രാധാകൃഷ്ണന് പിന്തുണ തേടിയാണ് സംസാരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി S ശ്രീകാന്ത് ചേരുന്നു. ശ്രീകാന്ത്, സ്വാഭാവികമായും ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിൽ NDA സ്ഥാനാർത്ഥി തന്നെയാകും വിജയിക്കുക. സാങ്കേതികമായുള്ള ഒരു മത്സരം ഒഴിവാക്കാൻ തന്നെയാണോ നിലവിൽ ഇപ്പോൾ NDA മുന്നോട്ട് വയ്ക്കുന്നത്, ഇത്തരത്തിൽ മത്സരം ഒഴിവാക്കുക എന്നുള്ളൊരു നിർദ്ദേശം? സ്വാഭാവികമായും രോഹിണി, ഈ തെരഞ്ഞെടുപ്പ് അതിൽ വോട്ടെടുപ്പ് നടക്കുകയാണെങ്കിൽ BJP മുന്നോട്ട് വെച്ച NDA മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ജയിക്കും. അക്കാര്യത്തിലൊരു സംശയവും വേണ്ട. പക്ഷേ ഉപരാഷ്ട്രപതി സ്ഥാനം പോലെ ഒരു ഭരണഘടനാ സ്ഥാനത്തേക്ക് ഒരു തെരഞ്ഞെടുപ്പ്, വോട്ടെടുപ്പ് പോലെ ഒരു കാര്യം നടക്കേണ്ടതില്ല. നേരെ മറിച്ച് അത് ഒരു സമവായ സ്ഥാനാർത്ഥി തന്നെ വരട്ടെ എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം. ഇന്ന് രാവിലെ മല്ലികാർജ്ജുൻ ഖാർഗെയുമായും രാജ്നാഥ് സിംഗ് സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് MK സ്റ്റാലിനുമായി സംസാരിച്ചത്. അതിനൊരു കാരണം CP രാധാകൃഷ്ണൻ വരുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്. അതിനാൽ തന്നെ ഈ തമിഴ് സ്വത്വവും തമിഴ് അസ്മിതയും ഒക്കെ പറയുന്നയാളാണ് MK സ്റ്റാലിൻ. അദ്ദേഹത്തിൻ്റെ തനി നിറം എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളത് കൂടി ഈ കാര്യത്തിൽ ഉണ്ട്. അദ്ദേഹത്തോട് പിന്തുണ തേടിയിരുന്നു. പക്ഷേ ഒരു കാരണവശാലും പിന്തുണയ്ക്കില്ല എന്ന നിലപാടാണ് MK സ്റ്റാലിൻ എടുത്തിട്ടുള്ളത്. ഒരു തമിഴൻ, ഒരു തമിഴ്നാട്ടുകാരൻ ഇത്ര വലിയ ഭരണഘടനാ പദവിയിലേക്ക് മത്സരിക്കുമ്പോഴും രാഷ്ട്രീയം മാത്രമാണ് വലുത് എന്നാണ് MK സ്റ്റാലിൻ തൻ്റെ പ്രവൃത്തിയിലൂടെ കാണിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വർത്തമാനം, വാക്കുകൾ അങ്ങനെയല്ല. താൻ തമിഴ്നാടിൻ്റെ മൊത്തം രക്ഷകൻ എന്ന രീതിയിൽ സ്വയം അവതരിപ്പിക്കുന്ന സ്റ്റാലിൻ ഇതാ തമിഴ്നാട്ടിൽ നിന്നൊരാൾ ഭരണഘടനാ പദവിയിലേക്ക് മത്സരിക്കുമ്പോൾ പിന്തുണയ്ക്കില്ല എന്നാണ് പറയുന്നത്. അതോടെ ഒരു കാര്യം ഉറപ്പാവുന്നത് മത്സരം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയാണ്. പക്ഷേ പ്രധാനമന്ത്രിയും ഒരു ചർച്ചയ്ക്ക് മുൻകൈ എടുക്കും എന്ന് മനസ്സിലാകുന്നുണ്ട്. CP രാധാകൃഷ്ണൻ്റെ ഒരു പ്രത്യേകത, അദ്ദേഹം സൗമ്യനാണ്. ആരുമായും ഒരു തരത്തിലുള്ള രാഷ്ട്രീയ പകപോക്കൽ രാഷ്ട്രീയം നടത്തുന്നയാളല്ല. അതിനാൽ തന്നെ സർവസമ്മതനായ വ്യക്തി എന്ന നിലയിലാണ് അദ്ദേഹത്തെ BJP അവതരിപ്പിച്ചത്. ശരി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ശ്രീകാന്ത് തുടരുക. മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കാൻ നീക്കവുമായി പ്രതിപക്ഷം പാർലമെന്റിൽ. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ ഇംപീച്ച് ചെയ്യണം എന്ന ആവശ്യം ബാനറുകൾ ഉയർത്തി പ്രതിഷേധിച്ച പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ ചേംബറിലേക്ക് കടന്നുകയറി. പൊതുമുതൽ നശിപ്പിച്ചാൽ നിയമ നടപടിയെന്ന് പ്രതിപക്ഷത്തിന് സ്പീക്കർ താക്കീത് നൽകി. പാർലമെന്റിന്റെ ഇരുസഭകളും നിർത്തിവെച്ചു. S ശ്രീകാന്ത് ചേരുന്നു ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകുന്നതിനായി. ശ്രീകാന്ത്, ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കാനുള്ള നീക്കം പ്രതിപക്ഷം നടത്തുമ്പോൾ അതൊന്നും വിലപ്പോവില്ല എന്നുള്ള മട്ടിൽ തന്നെയാണോ നിലവിൽ ഭരണപക്ഷം പ്രതികരിക്കുന്നത്? രോഹിണി, ഈ ആരോപണമെന്ന് പറയുന്ന രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് സ്റ്റണ്ട് അത് നടന്നിട്ട് ഇപ്പോൾ 11 ദിവസം പിന്നിട്ടിരിക്കുന്നു. കർണാടക തെരഞ്ഞെടുപ്പ് കമ്മീഷനും മഹാരാഷ്ട്രയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ വരെ ഇതിൽ സത്യവാങ്മൂലം നൽകണമെന്നാവശ്യപ്പെട്ടിട്ടും ഈ നിമിഷം വരെ രാഹുൽ ഗാന്ധി തെളിവ് ഹാജരാക്കുകയോ സത്യവാങ്മൂലം നൽകുകയോ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ എന്നാണ് രാഹുൽ ഗാന്ധിയുടെ നിലപാട്. ഒരൊറ്റ കാര്യം മാത്രമേ രാഹുൽ ഗാന്ധി ഉദ്ദേശിക്കുന്നുള്ളൂ, അതായത് ഭരണഘടനയെ അവഹേളിക്കുക, ഭരണഘടനാ സ്ഥാപനങ്ങളെ സംശയമുനയിൽ നിർത്തുക. ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. ഇന്ന് വോട്ടധികാർ യാത്ര എന്ന പേരിൽ രാഹുൽ ഗാന്ധി ഒരു സ്റ്റണ്ട് അവിടെ നടത്തുന്നുണ്ട്. പക്ഷേ ഒരൊറ്റ ദേശീയ മാധ്യമങ്ങളിലും അത് വലിയൊരു വാർത്തയായി മാറുന്നില്ല. തുടർന്നാണ് പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധവുമായി ഇന്ത്യ സഖ്യം രംഗത്ത് വന്നത്. ലോക്സഭാ സ്പീക്കറുടെ കസേര വരെ പിടിച്ച് താഴെയിടാൻ ശ്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. നിയമ നടപടിയിലേക്ക് പോകും എന്ന് ലോക്സഭാ സ്പീക്കർ പറഞ്ഞപ്പോഴാണ് ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ ഒന്ന് അയഞ്ഞത്. മാത്രമല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഇംപീച്ച് ചെയ്ത് കളയും എന്ന ഭീഷണിയൊക്കെ ഇന്ന് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ആളുകൾ യോഗം ചേർന്ന് പറയുകയുണ്ടായി. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അവർക്ക് പാർലമെൻറ്റിൽ അതിനുള്ള എന്തെങ്കിലും ഒരു സാധ്യതയുണ്ടായിരുന്നെങ്കിൽ രാഹുൽ ഗാന്ധി ഇതിനോടകം പ്രധാനമന്ത്രിയായേനെ. പക്ഷേ ഈ ഘട്ടത്തിൽ ഒരു തരത്തിലും ഈ ഇംപീച്ച്മെൻറ്റ് നടപടിയോ അങ്ങനെ ഒരു നോട്ടീസ് കൊടുത്ത് അത് വിജയിപ്പിച്ചെടുക്കാനുള്ള സാധ്യത പോലും നിലവിൽ ഇന്ത്യ സഖ്യത്തിനില്ല എന്നുള്ളതാണ് വസ്തുത. സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പ്രതിരോധത്തിലാക്കുക, ഈ വിഷയം ചർച്ചയാക്കി നിർത്തുക, ആളും പേരുമില്ലാത്ത രാഹുൽ ഗാന്ധിയുടെ വോട്ടധികാർ യാത്ര ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവരിക, ഈ അജണ്ട മാത്രമാണ് അതിലുള്ളത്. മറ്റൊന്നും ഈ നടക്കുന്ന വാചാടോപങ്ങളിലും
ഈ പ്രതിഷേധ പ്രഹസനങ്ങളിലും നമ്മൾ കണക്ക് കൂട്ടേണ്ടതില്ല. അതെ, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും വാർത്തകളിലേക്ക്. ആരോഗ്യ സംവിധാനത്തെ ചോദ്യം ചെയ്ത് വീണ്ടും സർക്കാർ ഡോക്ടർ. കേസ് ഓട്ടോ പൂർണ്ണ പരാജയമെന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് ഡോക്ടർ മോഹൻദാസിന്റെ പ്രതികരണം. 2017 ശേഷം മരണാനന്തര അവയവദാനം വിരലിലെണ്ണാവുന്നത് മാത്രം. മൃതസഞ്ജീവനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോലി ചെയ്യുന്ന ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഇതുവരെ മരണാനന്തര അവയവദാനം നടന്നിട്ടില്ലെന്നും ആരോപണം. കൂടുതൽ വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, മെഡിക്കൽ കോളേജ് യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ഗുരുതരമായ വിമർശനങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ നിലവിൽ സമാന സ്വഭാവത്തിലുള്ള മറ്റൊരു ആരോപണവുമായി ഒരു ഡോക്ടർ കൂടി രംഗത്തെത്തിയിരിക്കുന്നത്. കേസ് ഓട്ടോ പൂർണ്ണ പരാജയം എന്നാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നെഫ്രോളജി വിഭാഗം മേധാവി വ്യക്തമാക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളാണ് അദ്ദേഹം തന്റെ സമൂഹ മാധ്യമത്തിലൂടെ പറയുന്നത്? തീർച്ചയായിട്ടും രോഹിണി, സംസ്ഥാന സർക്കാരിനെ വീണ്ടും പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ ആരോഗ്യവകുപ്പ് തലകുലിക്കുന്ന തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ആരോഗ്യവകുപ്പിന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് സർക്കാർ ഡോക്ടർമാർ തന്നെ വ്യക്തമാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. ഈ ഹാരിസ് ചിറക്കലിന്റെ നിലപാടുകൾ സംസ്ഥാന സർക്കാരിനെ വിവാദങ്ങൾ വല്ലാതെ അലട്ടിയിരുന്നെങ്കിൽ അതിന് തൊട്ടു പിന്നാലെ തന്നെ സമാനമായ രീതിയിൽ കേസ് ഓട്ടോ പൂർണ്ണ പരാജയം, മൃതസഞ്ജീവിനി പ്രോജക്റ്റ് അത് സംസ്ഥാനത്ത് പരാജയപ്പെടുന്നു എന്ന വാദമുയർത്തിക്കൊണ്ട് അത്തരത്തിൽ കൃത്യമായ വിവരങ്ങൾ നൽകിക്കൊണ്ട് ഒരു ഡോക്ടർ തന്നെ നെഫ്രോളജി വിഭാഗം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം ഡോക്ടർ മേധാവി കൂടിയാണ് അദ്ദേഹം. ഡോക്ടർ മോഹൻദാസാണ് ഇത്തരത്തിൽ തൻ്റെ സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരത്തിലുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുള്ളത്. 2012 നമുക്കെല്ലാവർക്കും അറിയാം, 2012 ഈ മൃതസഞ്ജീവിനി പ്രോജക്റ്റ് ആരംഭിക്കുന്നത്. അവയവദാനവുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാർ കൊട്ടിക്കോഴിച്ചു തുടങ്ങിയ വലിയൊരു പദ്ധതി. അത് 2017 വരെ നല്ല സജീവമായി സാധാരണക്കാരായ ജനങ്ങൾക്ക് ഗുണം ചെയ്യുന്ന തരത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയ സംസ്ഥാനത്ത് നല്ല തോതിൽ നടക്കുന്ന തരത്തിലൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോയി. 2017 ശേഷം ആ പ്രോജക്റ്റ് പൂർണ്ണമായും തന്നെ പരാജയപ്പെടുന്ന തരത്തിൽ അതിനുശേഷം ഈ 2017 മുതൽ 2025 വരെ നോക്കുമ്പോൾ 8 വർഷത്തെ കാലഘട്ടം നോക്കുമ്പോൾ വെറും വിരലിലെണ്ണാവുന്ന ശസ്ത്രക്രിയകൾ മാത്രമേ സംസ്ഥാനത്ത് നടന്നിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഇത് സംസ്ഥാനത്ത് സർക്കാരിൻ്റെ പരാജയമാണ്. കേസ് ഓട്ടോ എന്ന പദ്ധതി അത് പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു കേസ് ഓട്ടോ എന്നും അദ്ദേഹം പറയുന്നു. മൃതസഞ്ജീവനി പദ്ധതിക്കായിട്ടുള്ള ഒരു നടപടിയും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല, ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിമർശനമായിരുന്നു അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കുറിച്ചത്. അല്പസമയം മുമ്പ് അദ്ദേഹം തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിരിക്കുന്ന സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആരോഗ്യ വകുപ്പിൻ്റെ ഒരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡോക്ടർ മോഹൻദാസ് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇട്ടാൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ ഡിലീറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹാരിസ് ചിറക്കലിൻ്റെ വിവാദങ്ങൾക്ക് പിന്നാലെ വീണ്ടും മറ്റൊരു ഡോക്ടർ ആരോഗ്യ മേഖലയുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം സമൂഹ മാധ്യമത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം നടത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിൻ്റെ പരാജയം എന്ന കാര്യത്തിൽ സംശയമില്ല, ആരോഗ്യവകുപ്പിൻ്റെ പരാജയം എന്നത് തന്നെയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട CPM-ലെ സൈബർ പോലീസ് കേസ്. ആറന്മുളയുടെ ചെമ്പട എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് കേസെടുത്തു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. സനൽകുമാറിന്റെ പരാതിയിലാണ് കേസെടുത്തത്. സനൽകുമാർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിച്ചെന്നും FIR-ൽ പറയുന്നു. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, വിവരങ്ങൾ. CPM-ലെ സൈബർ പോര് ഒടുവിൽ പോലീസ് കേസും വന്നിരിക്കുകയാണ്. ആറന്മുളയുടെ ചെമ്പട എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നവർക്കെതിരെയാണ് തിരുവല്ല പുളിക്കീഴ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. സനൽകുമാറാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. കപ്പൽ മുങ്ങിയാലും തപ്പിത്താൻ ചത്താൽ മതി എന്ന തലക്കെട്ടോടെയാണ് ഈ ആറന്മുളയുടെ ചെമ്പട എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജിലൂടെ പ്രചാരണം നടത്തി എന്നുള്ളതാണ് പരാതി. ഈ പരാതിക്ക് അടിസ്ഥാനമായിട്ടുള്ള കാരണം സനൽകുമാർ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ ആണെന്ന് ചിത്രീകരിച്ചു എന്നുള്ളതാണ്. ഈ ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ പ്രചരണം നടത്തി എന്നുള്ള കാര്യമാണ്. അത് തെറ്റായി ചിത്രീകരിച്ച് പ്രചരണം നടത്തി ഈ ചെമ്പട എന്ന് പറയുന്ന പേജിലൂടെ എന്നുള്ളതാണ് FIR-ൽ കുറ്റമായിട്ട് പറയുന്നത്. കലാപശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ആറന്മുള സീറ്റ് ലക്ഷ്യമിട്ട് സനൽകുമാർ വീണ ജോർജിനെതിരെ നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതായിരുന്നു ചെമ്പടയുടെ പ്രധാനപ്പെട്ട ആരോപണം. വീണ ജോർജിനെ അനുകൂലിച്ചും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം R. സനൽകുമാറിനെ രൂക്ഷ വിമർശനം നടത്തിയുമാണ് സൈബർ പോര് രൂക്ഷമായത്. ഈ പേജിലൂടെയായിരുന്നു പ്രധാനമായും സൈബർ പോര് രൂക്ഷമാവുകയും ഇതിൽ സനൽകുമാറിനെ
വിഭാഗീയതയുടെ ഭാഗമായിട്ട് ചിത്രീകരിക്കുകയും ആരോഗ്യമന്ത്രിക്കെതിരെ പ്രവർത്തിക്കുന്ന ആളായിട്ട് ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്തു. ഈ ആറന്മുളയുടെ ചെമ്പട എന്ന ഫേസ്ബുക്ക് പേജിനടിയിലും ഇരു കൂട്ടരെയും സനൽകുമാറിനെയും മന്ത്രി വീണ ജോർജിനെയും പിന്തുണയ്ക്കുന്ന ആളുകളും എത്തി. അത് വലിയ രീതിയിലുള്ള തർക്കത്തിലേക്ക് പോവുകയും സൈബർ പോര് പിന്നീട് തുറന്നു മാറുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ, മന്ത്രിമാരായ സജി ചെറിയാൻ, വി ശിവൻകുട്ടി, മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നിവരെ ടാഗ് ചെയ്താണ് ആറന്മുള ചെമ്പട എന്ന പേജിൽ സനൽകുമാറിനെതിരെ വിമർശനങ്ങൾ വരികയും ചെയ്തിരുന്നത്. ഈ കാര്യത്തിലാണ് അന്വേഷണം വേണമെന്നും ആറന്മുള ചെമ്പട എന്ന ഫേസ്ബുക്ക് അക്കൗണ്ട് പ്രവർത്തിപ്പിക്കുന്നത് ആരാണെന്ന് കണ്ടെത്തണമെന്നും പറഞ്ഞുകൊണ്ട് സനൽകുമാർ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത്. ശരി, മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ബലാത്സംഗ കേസിൽ വേടൻ എന്ന ഹിരൺദാസ് മുരളിക്കെതിരെയുള്ള കുരുക്കുകൾ കൂടുതൽ മുറുകുന്നു. 2020-21 കാലഘട്ടങ്ങളിൽ വേടൻ പീഡിപ്പിച്ചു എന്ന് കാട്ടി 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. വേടനെ രക്ഷിക്കാനുള്ള സംഘടിത നീക്കങ്ങൾ നടക്കുന്നതിനിടെയാണ് പുതിയ പരാതികൾ. കോട്ടയം സ്വദേശിയായ യുവ ഡോക്ടറുടെ പരാതിയിൽ ജൂലൈ 31 തൃക്കാക്കര പോലീസ് വേടനെതിരെ കേസെടുത്തെങ്കിലും ഇതുവരെ വേടനെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. വേടന്റെ മുൻകൂർ ജാമ്യ ഹർജി കോടതി പരിഗണിക്കും വരെ അറസ്റ്റ് നീട്ടിക്കൊണ്ടുപോകാനായിരുന്നു പോലീസിന്റെ ശ്രമം. വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിനും പോലീസ് പ്രതികരിച്ചിരുന്നില്ല. അതിനിടെയാണ് വേടൻ പീഡിപ്പിച്ചെന്ന് കാട്ടി 2 യുവതികൾ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. ദളിത് സംഗീതത്തിൽ ഗവേഷണം നടത്തുന്ന പെൺകുട്ടിയാണ് പരാതിക്കാരിലൊരാൾ. ഗവേഷണത്തിന് സഹായം ചോദിച്ചാണ് വേടനെ വിളിച്ചത്. പിന്നീട് സഹായിക്കാനെന്ന വ്യാജേന വേടൻ കൊച്ചിയിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തിയതായും തുടർന്ന് പീഡിപ്പിച്ചതായും യുവതി പരാതിയിൽ പറയുന്നു. സംഗീത മേഖലയിൽ തന്നെ പ്രവർത്തിക്കുന്നയാളാണ് പരാതിക്കാരിയായ 2ാമത്തെ യുവതി. യുവതിയുടെ പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞാണ് വേടൻ ഇവരെ പരിചയപ്പെടുന്നത്. പിന്നീട് ഈ യുവതിയെയും ഫ്ളാറ്റിലെത്തിച്ച് പീഡനത്തിനിരയാക്കി. 2020-21 കാലഘട്ടങ്ങളിലാണ് പീഡനങ്ങൾ നടന്നതെന്ന് യുവതികളുടെ പരാതിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ച പരാതികൾ DGPക്ക് കൈമാറിയേക്കും. DGPക്ക് കൈമാറുന്ന പരാതിയിലും തൃക്കാക്കര പോലീസ് തന്നെയാകും വേടനെതിരെ അന്വേഷണം നടത്തുന്നത്. മുഖ്യമന്ത്രിയെ നേരിൽ കാണാനും യുവതികൾ സമയം ചോദിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി. കൊല്ലം കൊട്ടാരക്കരയിൽ വിദ്യാർത്ഥിനിയെ പ്രണയം നടിച്ച് മതം മാറ്റാൻ ശ്രമിച്ച കേസിൽ പ്രതിക്കെതിരെ പോക്സോ കേസ് എടുത്തിട്ടും അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധം ശക്തം. SP ഓഫീസിലേക്ക് വിശ്വ ഹിന്ദു പരിഷത്ത്, ഹിന്ദു ഐക്യവേദി മാർച്ച് നടത്തി. അൻവർ ഷായെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടായിരുന്നു പ്രതിഷേധം. ഏറ്റവും കൂടുതൽ പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനമായി കേരളം മാറിയെന്ന് BJP കൊല്ലം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് രാജീവ് പ്രസാദ് പറഞ്ഞു. ആറാം നൂറ്റാണ്ടിൽ അറബിക്കഥയും ആറവ മണ്ണിൽ ഭീകരവാദം. ജയ് ജയ് VHP. ബഹുമാനപ്പെട്ട കോതമംഗലത്തെ ലവ് ജിഹാദ് കേസിലെ പ്രതി റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. ഒളിവിൽ കഴിയവേ തമിഴ്നാട്ടിലെ സേലത്തു നിന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇവരെ പിടികൂടിയത്. ഇവരെ കോതമംഗലത്ത് എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. കോതമംഗലത്ത് സോന എൽദോസ് എന്ന 23-കാരി ആത്മഹത്യ ചെയ്ത കേസിലെ പ്രതി ആലുവ സ്വദേശി റമീസിന്റെ മാതാപിതാക്കളായ റഹീമും ഷെരീഫയുമാണ് പിടിയിലായത്. ഒളിവിൽ കഴിയവേ തമിഴ്നാട്ടിലെ സേലത്ത് നിന്ന് പ്രത്യേക അന്വേഷണ സംഘം രാവിലെ ഇവരെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. റമീസും മാതാപിതാക്കളും ചേർന്ന് തന്നെ മതം മാറാൻ നിർബന്ധിച്ചതായും ക്രൂരമായി മർദ്ദിച്ചതായും തന്റെ മരണത്തിന് ഉത്തരവാദികൾ റമീസും മാതാപിതാക്കളുമാണെന്ന പെൺകുട്ടിയുടെ ആത്മഹത്യാക്കുറിപ്പിലുണ്ടായിരുന്നു. കോതമംഗലം പോലീസ് അറസ്റ്റ് ചെയ്ത റമീസ് റിമാൻഡിലാണ്. റമീസിനായി പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ട്. കേസിലെ 2ഉം 3ഉം പ്രതികളാണ് റഹീമും ഷെരീഫയും. ഇവരെ കോതമംഗലത്തെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തും. പിന്നീട് റമീസിനെയും മാതാപിതാക്കളെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ആൺസുഹൃത്ത് റമീസും മാതാപിതാക്കളും ചേർന്ന് മതം മാറ്റത്തിന് നിർബന്ധിക്കുകയും മർദ്ദിക്കുകയും ചെയ്തതിൽ മനംനൊന്ത് ഈ മാസം 9-നാണ് പെൺകുട്ടി ആത്മഹത്യ ചെയ്തത്. ജനം, കൊച്ചി. ചീഫ് സെക്രട്ടറിക്കെതിരെ വീണ്ടും N പ്രശാന്ത് IAS. പാസ്പോർട്ട് പുതുക്കാനുള്ള NOC ചീഫ് സെക്രട്ടറി ഒപ്പിട്ട് നൽകിയില്ല എന്ന ആരോപണം. ജയതിലകിന്റേത് ബ്യൂറോക്രസി കളിയല്ല, ക്രിമിനൽ മനസ്സോടുകൂടിയ ഉപദ്രവമാണെന്നും പ്രശാന്ത്. തനിക്കെതിരെയുള്ള ഗൂഢാലോചനയിൽ പങ്കെടുത്ത എല്ലാ കുറ്റവാളികളെയും നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവരും. ഫേസ്ബുക്കിലൂടെയാണ് ചീഫ് സെക്രട്ടറിക്കെതിരായ ഗുരുതര ആരോപണങ്ങൾ N പ്രശാന്ത് ഉന്നയിച്ചത്.
സെക്രട്ടറി ജയതിലകിനെതിരെ വീണ്ടും ഗുരുതര ആരോപണങ്ങളാണ് എൻ പ്രശാന്ത് IAS ഉന്നയിക്കുന്നത്. വിദേശത്തേക്ക് പോകാനുള്ള NOC ചീഫ് സെക്രട്ടറി നൽകിയില്ല എന്നാണ് പുതിയ ആരോപണം. വിദേശത്തേക്ക് പോകുന്ന ആവശ്യത്തിനു വേണ്ടി 3 മാസങ്ങൾക്ക് മുന്നേ NOCക്കും ഐഡന്റിറ്റി കാർഡിനുമുള്ള അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ പിന്നീട് അത് അന്വേഷിക്കുമ്പോൾ അപേക്ഷ കാണാനില്ല എന്നാണ് മറുപടി ലഭിച്ചത്. മറ്റൊരു IAS ഉദ്യോഗസ്ഥൻ മുഖാന്തരം NOC ഒപ്പിട്ട് കിട്ടാൻ ചീഫ് സെക്രട്ടറിക്ക് അപേക്ഷ നൽകി. മുന്നേ എൻ പ്രശാന്ത് നൽകിയ അപേക്ഷ അവിടെ ഉണ്ടെന്നാണ് ചീഫ് സെക്രട്ടറി ആ സമയം അറിയിച്ചത്. തന്റെ കീഴുദ്യോഗസ്ഥർക്കുൾപ്പെടെ 30 സെക്കൻഡിനുള്ളിൽ NOC നൽകിയിട്ടുണ്ട്. ചീഫ് സെക്രട്ടറി ഇവിടെ കാണിക്കുന്നത് ബ്യൂറോക്രസിയല്ല, ക്രിമിനൽ ബുദ്ധിയോടുകൂടി തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് പ്രശാന്ത് ഫേസ്ബുക്കിൽ എഴുതുന്നത്. കൂടാതെ മുന്നേ താൻ ഉന്നയിച്ച ആരോപണങ്ങളിൽ വിവരാവകാശം തേടിയിട്ടും വ്യക്തമായ മറുപടിയല്ല ലഭിക്കുന്നത്. തന്റെ സർവീസ് ഫയലിൽ നിന്നും ചില നിർണായക രേഖകൾ നഷ്ടപ്പെട്ടതായും എൻ പ്രശാന്ത് വ്യക്തമാക്കുന്നു. വ്യക്തമായ രേഖകളോടുകൂടി അയച്ച ഡിജിറ്റൽ അപേക്ഷകൾക്ക് പോലും മറുപടിയില്ല. തന്റെ നിലവിലത്തെ വിദേശയാത്ര പോകാൻ കഴിയാത്തതിൽ പ്രശ്നമില്ല. പക്ഷേ തന്റെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിൽ ചീഫ് സെക്രട്ടറി NOC മനഃപൂർവ്വം വൈകിപ്പിക്കുന്നതെന്നാണ് എൻ പ്രശാന്തിന്റെ ആരോപണം. ജനം, തിരുവനന്തപുരം. തിരികെ വാർത്തകളിലേക്ക്. ബസ് കയറി ഇറങ്ങി 2ാം ക്ലാസ്സുകാരി മരിച്ചു. സ്കൂട്ടറിൽ നിന്നും വീണ 2ാം ക്ലാസ്സുകാരിയുടെ ശരീരത്തിൽ ബസ് കയറി ഇറങ്ങുകയായിരുന്നു. പാലക്കാട് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോടാണ് അപകടം. മിശ്രയാണ് മരിച്ചത്. സ്കൂട്ടർ മറിഞ്ഞതോടെ കുട്ടി ബസ്സിനടിയിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. പിതാവിനൊപ്പം സ്കൂളിൽ പോകുന്നതിനിടെയാണ് അപകടം. പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വാഹന അപകടത്തിൽ 2ാം ക്ലാസ്സുകാരി മരിച്ച സംഭവത്തിൽ പ്രതിഷേധം. റോഡിലെ കുഴികൾ മൂലം പ്രദേശത്ത് അപകടങ്ങൾ പതിവാണെന്നാരോപിച്ച് BJPയുടെ പ്രതിഷേധം. കൊഴിഞ്ഞാമ്പാറ ചിറ്റൂർ റോഡ് ഉപരോധിച്ചാണ് BJP പ്രതിഷേധിക്കുന്നത്. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിൽ വാഹന അപകടത്തിൽ 2ാം ക്ലാസ്സുകാരി ദാരുണമായിട്ടാണ് മരിക്കുന്നത്. റോഡിലെ കുഴികൾ മൂലം ഈ പ്രദേശത്ത് അപകടങ്ങൾ പതിവാണ് എന്നാരോപിച്ച് BJPയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും അരങ്ങേറുകയുണ്ടായി. ഇപ്പോഴും ആ പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ പ്രതിഷേധം അവസാനിച്ചു. BJP പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ അത്തിക്കോടിൽ ഷബീർ അലി എന്ന വ്യക്തിയുടെ, അത്തിക്കോട് സ്വദേശിയായ ഷബീർ അലി എന്ന വ്യക്തിയുടെ മകളായ നഫീസത്തുൽ മിസ്രിയ അപകടത്തിൽ മരിച്ചത്. കൊഴിഞ്ഞാമ്പാറ സെന്റ് പോൾസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയായ നഫീസത്തുൽ മിസ്രിയെ സ്കൂളിലാക്കുന്നതിന് വേണ്ടി സ്കൂട്ടറിൽ പോയതായിരുന്നു പിതാവ്. ഈ സമയത്ത് അത്തിക്കോട് ഭാഗത്ത് വെച്ചിട്ടാണ് അപകടം ഉണ്ടാകുന്നത്. ഈ കുഞ്ഞുമായിട്ട് വരുന്ന സമയത്ത് ഒരു ഓട്ടോറിക്ഷയ്ക്ക് ഒരാൾ കൈ കാണിക്കുന്നു. ഓട്ടോറിക്ഷ പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടുന്നു. സ്കൂട്ടർ ഓട്ടോറിക്ഷയുടെ പുറകിലിടിച്ച് മറിയുമ്പോൾ ബസ് സമീപത്തുകൂടെ തീറിപ്പാഞ്ഞു പോവുകയും ആ കുട്ടിയുടെ തലയിലൂടെ ബസ്സിൻ്റെ പുറകിലെ ടയർ കയറി ഇറങ്ങുകയായിരുന്നു. ഏതായാലും ഈ സംഭവത്തിലാണ് ഇപ്പോൾ BJP റോഡ് ഉപരോധം ഉൾപ്പെടെയുള്ള പ്രതിഷേധങ്ങൾ നടത്തിയത്. കൊഴിഞ്ഞാമ്പാറ പൊള്ളാച്ചി റോഡ്, പാലക്കാട് പൊള്ളാച്ചി റോഡിലാണ് BJPയുടെ ഉപരോധം ഉണ്ടായത്. പ്രധാനമായിട്ടും ഈ റോഡിൻ്റെ വിവിധ ഇടങ്ങളിൽ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്ന സ്ഥിതിയാണ്. റോഡിൻ്റെ നിർമ്മാണത്തിലാണെങ്കിൽ വലിയ അശാസ്ത്രീയതയാണ് ഉള്ളത് ഉൾപ്പെടെ ആരോപിച്ചുകൊണ്ടാണ് BJP ജില്ലാ ജനറൽ സെക്രട്ടറിയായ ഓമനക്കുട്ടൻ്റെ നേതൃത്വത്തിൽ BJP പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. BJPയോടൊപ്പം തന്നെ കോൺഗ്രസും അതുപോലെ തന്നെ മറ്റ് ജനങ്ങളും ഒക്കെ ആ പ്രതിഷേധത്തിൽ അണിനിരക്കുന്ന സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ്. ശക്തമായ പ്രതിഷേധമാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായത്. ഒടുവിൽ പോലീസ് ബലം പ്രയോഗിച്ച് ഈ പ്രതിഷേധിച്ച BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു. ശരി, അരുണാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലം കൊട്ടാരക്കര ബെവറേജസ് കോർപ്പറേഷനിൽ മദ്യം വാങ്ങാനെത്തിയ ആൾ മാനേജറുടെ തല അടിച്ചു പൊട്ടിച്ചു. ബിയർ കുപ്പി കൊണ്ട് അടിക്കുന്ന ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. തലയ്ക്ക് പരിക്കേറ്റ മാനേജർ ബേസിൽ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. മനോജ് ചേരുന്നു. മനോജ്, എന്താണ് സംഭവം? മനോജ്, എന്തായിരുന്നു സംഭവം? രോഹിണി, കഴിഞ്ഞ ദിവസമാണ് ഈ കൊട്ടാരക്കര ബിവറേജസ് കോർപ്പറേഷനിൽ ഇത്തരത്തിലൊരു സംഭവം നടക്കുന്നത്. ഈ മദ്യം വാങ്ങാനെത്തിയ ആളാണ് മാനേജറുടെ തല അടിച്ചു പൊട്ടിച്ചത്. ഈ ഗുരുതരമായി പരിക്കേറ്റ മാനേജർ ബേസിൽ കഴിഞ്ഞ ദിവസം തന്നെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു. ഇന്ന് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിലെത്തി ഈ മൊഴി നൽകിയിട്ടുണ്ട്. ബിയർ കുപ്പി കൊണ്ടാണ് ഈ മാനേജറുടെ തലയ്ക്ക് അടിക്കുന്നത്. ഈ സംഭവം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം മദ്യം വാങ്ങാൻ എത്തിയ രണ്ടുപേർ, ഇവരിൽ ഒരാൾ ഈ ദൃശ്യങ്ങൾ പകർത്തുന്ന ഒരു സംഭവം നമുക്ക് ഇതിൽ കാണാൻ പറ്റും. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഹെൽമറ്റ് വെച്ചിരുന്ന ഒരാൾ ഈ ബിവറേജസ് ഔട്ട്ലെറ്റിൽ നിന്നും
മദ്യം വാങ്ങുന്ന ഒരു ദൃശ്യമാണത്. അപ്പോൾ തന്നെ അവിടെ നിന്നും ഈ ബില്ലിംഗ് നടക്കുന്ന സ്ഥലത്തേക്ക് ഇവർ എത്തുകയും ഈ ഹെൽമെറ്റ് വെച്ച ആൾക്ക് എന്തിനാണ് മദ്യം കൊടുക്കുന്നതെന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തു. തുടർന്നാണ് ഈ ഫോൺ തട്ടി മാറ്റാൻ ശ്രമിക്കവേ ഈ മദ്യക്കുപ്പി കൊണ്ട് ഈ മാനേജറുടെ തലയ്ക്ക് അടിക്കുന്നത്. തലയ്ക്ക് പരിക്കേറ്റ ഈ മാനേജർ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർക്ക് എതിരെയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഈ രണ്ടുപേരും വെട്ടിക്കവല സ്വദേശികളെന്നാണ് ലഭിച്ചിരിക്കുന്ന വിവരം. എന്തായാലും പോലീസ് ഇവർക്കായുള്ള അന്വേഷണം തുടരുകയാണ്. അതേസമയം തന്നെ ഈ തലയ്ക്ക് ഈ മാനേജറുടെ തലയ്ക്ക് പരിക്ക് ഏറ്റിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് പരാതിയിൽ പോലീസ് അന്വേഷണം തുടർന്നു വരികയാണ്. എം മനോജാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് സൗഹൃദം നിരസിച്ചതിന് യുവതിയുടെ വീടിന് നേരെ ബോംബെറിഞ്ഞ യുവാക്കൾ പോലീസ് പിടിയിൽ. കുത്തന്നൂർ സ്വദേശിനിയുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബെറിഞ്ഞ അഖിൽ, രാഹുൽ എന്നീ യുവാക്കളെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. 3 ദിവസം മുൻപായിരുന്നു സംഭവം. അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ പറയൂ. കുത്തനൂരിൽ 3 ദിവസം മുമ്പാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. സൗഹൃദം നിരസിച്ചതിനാണ് യുവതിയുടെ വീടിന് നേരെ ബോംബ് എറിഞ്ഞത്. ആ യുവാക്കളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. കുത്തനൂർ സ്വദേശികളുടെ വീട്ടിലേക്ക് പെട്രോൾ ബോംബ് എറിഞ്ഞ അഖിൽ, രാഹുൽ എന്നീ യുവാക്കളെയാണ് കുഴൽമന്ദം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ യുവതിയും അതുപോലെ തന്നെ ഈ യുവാക്കളും തമ്മിൽ സൗഹൃദം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് യുവതി ആ സൗഹൃദത്തിൽ നിന്ന് പിന്മാറുകയും ആ സൗഹൃദം നിരസിക്കുകയും ചെയ്തതോടെ അതിൽ പ്രകോപിതരായ യുവാക്കൾ പെട്രോൾ ബോംബ് യുവതിയുടെ വീട്ടിലേക്ക് എറിയുകയായിരുന്നു എന്നുള്ളതാണ്. ഈ വീടിന്റെ ജനൽ ചില്ല് ഉൾപ്പെടെ ഈ ആക്രമണത്തിൽ തകരുകയുണ്ടായിട്ടുണ്ട്. അതേസമയം തന്നെ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല. തുടർന്ന് ഈ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകി. ആ പോലീസ് പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി. ഭാരതത്തിന്റെ ഹൃദയഭൂവിലൂടെ വിനോദസഞ്ചാരികളുടെ പറുദീസയാണ് ഇന്നത്തെ മധ്യപ്രദേശ്. ഹൃദയഭൂമിയിലെത്തുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് വർധനയാണ് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയത്. ആത്മീയ പൈതൃക ചരിത്ര സമ്പന്നമാണ് സംസ്ഥാനം. മഹത്തായ പൈതൃക ഭൂമിയാണ് മധ്യപ്രദേശ്. ആത്മീയ ടൂറിസം, പൈതൃക സംരക്ഷണം, വന്യജീവി സംരക്ഷണം, ഇക്കോ ടൂറിസം എന്നിവ സംയോജിപ്പിച്ച് കൂടുതൽ വിനോദസഞ്ചാരികളെ ആകർഷിക്കുകയാണ് ഇന്നത്തെ മധ്യപ്രദേശ്. കഴിഞ്ഞ വർഷം മാത്രം 13.4 കോടി സന്ദർശകരാണ് സംസ്ഥാനത്തെത്തിയത്. 2023 അപേക്ഷിച്ച് 19.6% വർധന. അതുമാത്രമല്ല, കോവിഡ് കാലത്തിന് മുൻപ് എത്തിയിരുന്ന വിനോദസഞ്ചാരികളുടെ എണ്ണം താരതമ്യം ചെയ്യുകയാണെങ്കിൽ 50%-ലധികം വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഉജ്ജയിനിലെ മഹാകാലേശ്വരിന്റെ ദിവ്യ സാന്നിധ്യം മുതൽ ഖജുരാഹോയുടെ മഹത്വം വരെ മധ്യപ്രദേശിന്റെ മാത്രം സമ്പത്താണ്. പൈതൃകം ചോരാതെയാണ് മോഹൻ യാദവ് സർക്കാർ വിനോദസഞ്ചാര നയം രൂപപ്പെടുത്തിയത്. ടൂറിസത്തെ തൊഴിൽ, സംസ്കാരം, വികസനം എന്നിവയുമായി കൂടി ബന്ധപ്പെടുത്തുന്നു. ഉത്തരവാദിത്ത ടൂറിസത്തിൽ മുൻപന്തിയിലാണ് സംസ്ഥാനം. സംസ്ഥാന ടൂറിസം കോർപ്പറേഷന്റെ ഹോട്ടൽ അമാൽ താസ ഉദാഹരണം. വനിതാ ജീവനക്കാർ മാത്രമുള്ള ഹോട്ടൽ. സ്ത്രീ ശാക്തീകരണത്തോടുള്ള സംസ്ഥാനത്തിന്റെ പ്രതിബദ്ധത കൂടിയാണ് തെളിയിക്കുന്നത്. പ്രാദേശിക പങ്കാളിത്തം, പരിസ്ഥിതി സംരക്ഷണം, ഗ്രാമവികസനം എന്നിവയ്ക്ക് ദേശീയ പുരസ്കാരവും സംസ്ഥാനം സ്വന്തമാക്കിയിട്ടുണ്ട്. വിരാസത് വികാസ്, അതായത് പൈതൃകം, വികസനം, ഇവയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭരണമന്ത്രം. ഒരു സംസ്ഥാനത്തിന്റെ ഓരോ കോണും സംസ്കാരത്തെയും പൈതൃകത്തെയും പ്രകൃതി ഭംഗിയെയും പ്രതിഫലിപ്പിക്കുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ. എങ്കിൽ ഇതൊക്കെയാണ് മധ്യപ്രദേശ്. സ്വന്തം ജനതയെ ശാക്തീകരിച്ചും പരിസ്ഥിതിയെ സംരക്ഷിച്ചുമുള്ള ടൂറിസം മാതൃക രാജ്യത്തിന് തന്നെ പ്രചോദനമാണ്. മോഹൻ യാദവ് സർക്കാരിന് കീഴിൽ ഗ്രാമീണ ഹോം സ്റ്റേകൾ അഭിവൃദ്ധി പ്രാപിക്കുന്നു. ഗ്രാമീണ വിനോദസഞ്ചാരം യുദ്ധകാല അടിസ്ഥാനത്തിൽ വികസിക്കുന്ന സംസ്ഥാനം. ആത്മീയ ടൂറിസം ഏറെ ശക്തമാണിവിടെ. രാജ്യത്തെ 12 ജ്യോതിർലിംഗങ്ങളിൽ 2 സംസ്ഥാനത്താണ്. കൂടാതെ സാഞ്ചി അടക്കമുള്ള ബുദ്ധ സ്മാരകങ്ങൾ, ഖജുരാഹോ,
മറ്റ് ലോക പൈതൃക ഇടങ്ങൾ ഇവയെയൊക്കെ തേടി സഞ്ചാരികൾ ഒഴുകിയെത്തുന്നു ഇവിടേക്ക്. വൈവിധ്യമാർന്ന സഞ്ചാര അനുഭവമാണ് ലഭിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ബഹുമുഖ ടൂറിസം. സർക്കാരിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നേതൃത്വം, മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങൾ, വൈവിധ്യമാർന്ന പദ്ധതികൾ ഇവയെല്ലാം ടൂറിസം മേഖലയ്ക്ക് കരുത്തായി. സംസ്ഥാനം അവതരിപ്പിച്ച പുതിയ ടൂറിസം, ഫിലിം ടൂറിസം നയങ്ങൾ നിക്ഷേപകർക്ക് ഗണ്യമായ പ്രോത്സാഹനങ്ങൾ നൽകുന്നവ കൂടിയാണ്. 2025 സംസ്ഥാന ഫിലിം ടൂറിസം നയം മധ്യപ്രദേശിനെ മുൻനിര ചലച്ചിത്ര നിർമ്മാണ കേന്ദ്രമാക്കി മാറ്റും എന്നതിൽ സംശയമില്ല. അന്താരാഷ്ട്ര സിനിമകൾക്ക് 10 കോടി രൂപ വരെയും, ഫീച്ചർ ഫിലിമുകൾക്ക് 2 കോടി രൂപ വരെയും, വെബ് സീരീസുകൾക്ക് 1.5 കോടി രൂപ വരെയും, സീരിയലുകൾക്ക് 1 കോടി രൂപ വരെയും ഗ്രാന്റാണ് സർക്കാർ നൽകുന്ന വാഗ്ദാനം. ഒന്നുകൂടിയുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ടത് PM ശ്രീ പര്യടൻ വായു സേവയ്ക്ക് കീഴിലെ ഇൻട്രാ സ്റ്റേറ്റ് എയർ ടാക്സി സർവീസുകൾ സംസ്ഥാനത്തെ പ്രധാന നഗരങ്ങളെ വിമാന സർവീസ് പരസ്പരം ബന്ധിപ്പിക്കുന്നു. സമ്പന്നമായ പൈതൃകം, ആത്മീയത, അതിശയിപ്പിക്കുന്ന പ്രകൃതി സൗന്ദര്യം. മധ്യപ്രദേശ് എങ്ങനെയാണ് പറുദീസ ആകാതിരിക്കുക? മാനവസേവ മാധവസേവ എന്ന ആപ്തവാക്യം ഉൾക്കൊണ്ട് ആരോരുമില്ലാത്ത സഹജീവികൾക്കായി സേവാഭാരതിയുടെ ആശ്രയ കേന്ദ്രത്തിന് തുടക്കം. തിരുവനന്തപുരം പാപ്പനംകോട് ഇടഗ്രാമം ദേശത്ത് സേവാഭാരതിയുടെ ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുൻ DGP TP സെൻകുമാർ നിർവഹിച്ചു. സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണെന്ന് മുൻ DGP TP സെൻകുമാർ പറഞ്ഞു. ആറാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന സാഹചര്യത്തിലാണ് സേവാഭാരതി ആശ്രയ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം മുൻ DGP TP സെൻകുമാർ നിർവഹിച്ചത്. സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്നവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സേവാഭാരതിയുടെ ഓരോ പ്രവർത്തകരും പ്രതിജ്ഞാബദ്ധരാണ്. 2018 മുതൽ സേവാഭാരതിയുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന ആളാണ് താനെന്നും TP സെൻകുമാർ പറഞ്ഞു. സേവാഭാരതി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാരണം 2018 മുതൽ ഞാൻ സേവാഭാരതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരുന്നു. പിന്നീട് കോവിഡ് വന്ന് 2022 ശേഷം അല്പം കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 2018-ലും 2019-ലും എന്നെ കൊണ്ടുവന്നവരോട് ഞാൻ പറയായിരുന്നു, അന്ന് കണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരുപക്ഷെ സംഘത്തിൻ്റെ സ്വഭാവം കൊണ്ടായിരിക്കാം, ഇടത് കൈ ചെയ്യുന്നത് വലത് കൈ അറിയരുത് എന്നുള്ളൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അന്ന് ഞാനും ശ്രീ അലി അക്ബറും, രാമസിംഹനായിട്ടുള്ള ശ്രീ അലി അക്ബറും ഇവരുടെ ചടങ്ങുകളിലെല്ലാം പറഞ്ഞിരുന്നത് അത് ശരിയല്ല, അത് മറ്റുള്ളവർ അറിയണം. കാരണം 2-3 കാര്യമുണ്ട്. ഒന്ന്, നിങ്ങളെ സഹായിക്കാനായി ഇങ്ങനെ ഒരു സംഘടനയുണ്ട്, ഇങ്ങനെ ഒരു പ്രസ്ഥാനമുണ്ട് എന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കണം. 2, ഇങ്ങനെയൊരു പ്രസ്ഥാനത്തിന് സഹായം നൽകാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് കൊടുക്കാനായിട്ട് സാധ്യതയുണ്ടാകണം. സേവാഭാരതി നിരവധി പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നുണ്ട്. ആശ്രയ കേന്ദ്രത്തോട് ചേർന്ന് PSC കോച്ചിംഗ് സെന്റർ, തയ്യൽ പരിശീലനം, പാലിയേറ്റീവ് കെയർ തുടങ്ങിയ സ്ഥിരം സേവാ പദ്ധതികൾ ആരംഭിക്കാനുള്ള ലക്ഷ്യവും നിലവിലുണ്ട്. തിരുവനന്തപുരം മഹാനഗര സംഘചാലക് മുരളി, ദേശീയ സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് മനു, ദേശീയ സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി സജിത്ത്, മറ്റ് നഗരസഭാ കൗൺസിലർമാർ ഉൾപ്പെടെ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം. KCBയിൽ വിജിലൻസ് അന്വേഷണം നേരിടുന്ന ഉദ്യോഗസ്ഥർ നിരവധിയെന്ന് വിവരാവകാശ രേഖ. 10 വർഷത്തിനിടെ 33 ജീവനക്കാർ വിജിലൻസ് കേസുകളിൽ പ്രതികൾ. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട 9 പോലീസ് കേസുകൾ. എല്ലാ കേസുകളും വിചാരണയിൽ. വിവരാവകാശ രേഖയുടെ പകർപ്പ് ജനം TVക്ക്. ജനം ബ്രേക്കിംഗ്.
KSEBിയിലെ അഴിമതിക്കാരുടെ ഉദ്യോഗസ്ഥരുടേതാണ് പട്ടിക. വിവിധ കേസുകളിൽ വിചാരണ നേരിടുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ 33 ജീവനക്കാരാണ് വിജിലൻസ് കേസുകളിൽ പ്രതിയായിട്ടുള്ളത്. 2014 മെയ് മുതൽ 2024 ഡിസംബർ വരെയുള്ള കണക്കുകളാണിത്. സാമ്പത്തിക ക്രമക്കേടുകളുടെ പേരിൽ രജിസ്റ്റർ ചെയ്ത 9 പോലീസ് കേസുകളുണ്ട്. എറണാകുളം 4, ഇടുക്കി 3, കോഴിക്കോട് 3, വയനാട് 3, കൊല്ലം 2, കോട്ടയം 2, കാസർഗോഡ് 2, ആലപ്പുഴ, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട്, കണ്ണൂർ എന്നിവിടങ്ങളിൽ ഓരോ കേസുകളും രജിസ്റ്റർ ചെയ്തു. സംസ്ഥാനത്ത് അഴിമതിക്കാരായ ഉദ്യോഗസ്ഥർക്ക് കുടപിടിക്കുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാരും വിവിധ സർക്കാർ വകുപ്പുകളും സ്വീകരിച്ചു പോരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് അഴിമതിക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് സംസ്ഥാന സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ വേണ്ടി വിവിധ വകുപ്പുകൾ ശ്രമിക്കുന്നതെന്ന് വ്യക്തമാക്കണം. KSEB ഉദ്യോഗസ്ഥർക്കെതിരായി രജിസ്റ്റർ ചെയ്ത കേസുകൾ നിസ്സാരമായി കാണാൻ കഴിയില്ല. KSEBിയിൽ അഴിമതി നടക്കുന്നുണ്ട് എന്നതിന്റെ തെളിവുകളാണ് ഇത്രയും കണക്കുകൾ. കേസെടുത്ത ഉദ്യോഗസ്ഥർക്കെതിരെ ശിക്ഷാ നടപടികൾ വൈകുന്തോറും നിയമലംഘനത്തിന് സഹായമാകുന്നുണ്ട്. ജനം, തിരുവനന്തപുരം. VC നിയമന വിവാദങ്ങൾക്കിടെ ഡിജിറ്റൽ സർവകലാശാല ബോർഡ് ഓഫ് ഗവർണേഴ്സ് യോഗം ഇന്ന് ചേരും. 3 മാസങ്ങൾക്ക് ശേഷമാണ് യോഗം ചേരുന്നത്. സർവകലാശാലയിലെ സാമ്പത്തിക ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് VC ഗവർണർക്ക് സമർപ്പിച്ച സംഭവം യോഗത്തിൽ ചർച്ചയായേക്കും. VC ഡോക്ടർ സിസ തോമസിന്റെ നിയമനത്തിൽ അനിശ്ചിതത്വം നിലനിന്ന സാഹചര്യത്തിലായിരുന്നു യോഗം നീണ്ടുപോയത്. GST പരിഷ്കരണ നിർദ്ദേശത്തിന് പിന്നാലെ ഓഹരി വിപണിയിൽ മുന്നേറ്റം. സെൻസെക്സ് 1000-ഓളം പോയിന്റ് ഉയർന്നു. 1.23% വളർച്ച രേഖപ്പെടുത്തി. നിഫ്റ്റി 1.40% ഉയർന്നു. ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. നാളെയാണ് നിർണായക കൂടിക്കാഴ്ച. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് വാങ് യി ഭാരതത്തിൽ എത്തും. വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ തുടങ്ങിയവരുമായും ചർച്ചകൾ നടത്തും. അതിർത്തിയിലെ സ്ഥിതിഗതികളും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ വിഷയങ്ങളും ചർച്ചയാകും. ചൈനയ്ക്ക് നേരിട്ട് വിമാന സർവീസ് പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ചുള്ള ചർച്ചകളും സുപ്രധാനമാണ്. ഈ മാസം 31-ന് പ്രധാനമന്ത്രി ചൈന സന്ദർശിക്കുന്നതിന് മുന്നോടിയായാണ് കൂടിക്കാഴ്ച. ഉച്ചവാർത്ത പൂർണ്ണമാകുന്നു. അടുത്ത ബുള്ളറ്റിൻ അല്പസമയത്തിനകം. നമസ്തേ.